അരുൺകുമാർ പൊതുവെ ശാന്തനായിട്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ചില അപവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ നോക്കിക്കണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പാർട്ടി മാറിയിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ വലിയ വർക്ക്ഡ് അപ്പ് ചർച്ചകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്, വി ഡി സതീശൻ എന്തുകൊണ്ട് പിണറായി വിജയന് മുമ്പ് ജനിച്ചില്ല? വലിയ ചോദ്യമാണ്. ഇന്ന് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചോദ്യമാണ്, വി ഡി സതീശൻ എന്തുകൊണ്ട് പിണറായി വിജയന് മുമ്പ് ജനിച്ചില്ല? അങ്ങനെ പിണറായി വിജയന് മുമ്പ് ജനിക്കാൻ കഴിയാത്ത വി ഡി സതീശൻ എങ്ങനെ പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ കഴിയും? ഞാൻ തിരിച്ച് അരുൺകുമാറിനോട്, വി ഡി സതീശൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അരുൺകുമാർ വള്ളി നിക്കറിട്ട് മൂക്കൊലിപ്പിച്ച് നടന്ന ഒരാളാണ്. അതുകൊണ്ട് വി ഡി സതീശനെ വിമർശിക്കാൻ അരുൺകുമാറിന് എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയ മൗഢ്യം എനിക്കില്ല. ഞാൻ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഞാൻ പിണറായി വിജയനെ വിമർശിക്കുന്നത് പിണറായി വിജയൻ്റെ ഏകദേശം പകുതിയോളം അല്ലെങ്കിൽ ചിലപ്പോൾ അല്പം കൂടുതൽ മാത്രം വയസ്സുണ്ടെന്ന് എനിക്ക് കൃത്യമായ ബോധ്യത്തിലും അദ്ദേഹത്തിൻ്റെ നടപടികളെ രാഷ്ട്രീയമായി വിശകലനം ചെയ്തുമാണ്. അരുൺകുമാർ, നിങ്ങൾ ഈ ചർച്ച കഴിയുമ്പോൾ വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കണം, നിങ്ങൾ എങ്ങനെ ഇടതുപക്ഷമല്ലാതെയായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ നിങ്ങളുടെ സ്റ്റഡി ക്ലാസ് ഇന്നത്തെ ചർച്ചയിലെ നിങ്ങളുടെ വാദങ്ങൾ മാത്രമാണ്. വേറെ ഒരു സാധനവും വേണ്ട. അരുൺകുമാർ അവിടെ നിൽക്ക്. ഇപ്പം എന്തായാലും ഇത്രമാത്രം വിശകലനം ചെയ്തല്ലോ. എന്തായാലും മാധു, ഇവരിപ്പോൾ ഏറ്റവും വലിയ പണി ഇതാണ്. വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനം എത്ര നേരം മാധ്യമങ്ങൾ കൊടുക്കുന്നു? പിണറായി വിജയൻ്റെ എത്ര നേരം വാർത്തകൾ കൊടുക്കുന്നു? പിണറായി വിജയൻ വന്നിരുന്ന് നമുക്ക് തുടങ്ങാം എന്ന് പറയുമ്പോൾ മാത്രമാണോ തുടങ്ങുന്നത്? അതോ വി ഡി സതീശൻ കാറിൽ നിറങ്ങിറങ്ങുന്നതിന് മുമ്പ് വാർത്താ സമ്മേളനം നടക്കുന്നു? എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കുക. എന്തൊരു ഗതികേട്. എനിക്കിതൊക്കെ ഒരു വളരെ ലൈറ്റായിട്ട് പറയാൻ തോന്നുന്നെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ആഴം മനസ്സിലാക്കുക. ഇന്ന് ഇവർ ഏറ്റവും ഇപ്പം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ അവകാശപ്പെടുന്നില്ലെന്നേ. കോൺഗ്രസ്, അരുൺകുമാർ ഒന്ന് മനസ്സിലാക്കുക, രാഷ്ട്രീയം മനസ്സിലാക്കുക. ഒന്ന്, കോൺഗ്രസ് ഒരു ലെഫ്റ്റ് സെൻട്രിക്കുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അത് കേഡർ സംവിധാനമല്ല. നിങ്ങൾ തന്നെ ഞങ്ങളെ കളിയാക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു കേഡർ സംവിധാനമല്ല. പല നേതാക്കന്മാരുടെയും ഫാൻസുകളായിട്ട് നിൽക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ പിണറായി വിജയനാണ് പാർട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തെ കോർണർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് ആരാണ് മുമ്പൻ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടിക്കുന്ന രണ്ട് നേതാക്കളെ പ്രതിപക്ഷത്ത് നിന്ന് കണ്ടു കേട്ടോ. അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ക്രെഡിറ്റ് എനിക്ക് തരാൻ അദ്ദേഹം നിർബന്ധിച്ചു, ഞാനതിന് വഴങ്ങിയില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അങ്ങനെ രണ്ട് നേതാക്കന്മാരൊക്കെ തമ്മിൽ പരസ്യമായ പോരുണ്ടായിട്ടുണ്ട്, പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളല്ലേ. വി എം സുധീരനും ഉമ്മൻചാണ്ടിയും ഇരിക്കുന്ന കാര്യം കോൺഗ്രസിന്റെ സൗന്ദര്യം അതാണേ. കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവ് ഞാനാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യും. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. ഞങ്ങൾ എം പി ഗോവിന്ദൻ ഇരിക്കുന്ന പോലെ അതിന് സൂര്യനെ വെച്ചിട്ടുള്ള ഉപമ ചമയ്ക്കുന്ന പോലെ പാദസ്പർശമേറ്റ മണ്ണെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി പൂജ വെക്കുന്ന അടിമകളല്ല ഞങ്ങളുടെ പാർട്ടി. ഞങ്ങൾ ചോദ്യം ചെയ്യും. അരുൺകുമാറിനോട് ഞാൻ പറയുന്നത്, ഞങ്ങളൊരു അങ്ങനെ കേരളത്തിൽ കണ്ട കേട്ട മനുഷ്യരുടെ മുന്നിൽ നിന്ന് കള്ളം പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. മാധു, ഞാൻ പറയട്ടെ, അതൊക്കെ അതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഒരു സെൻട്രൽ ലെഫ്റ്റും സെൻട്രിക്കുമായിട്ട് നിൽക്കുന്ന പാർട്ടിക്ക് പകരം നിങ്ങൾ ലെഫ്റ്റായിട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആശയം? നിങ്ങളുടെ പാർട്ടിയുടെ ആശയം എന്തായിരുന്നു ഞാൻ പഠിപ്പിച്ചു തരണോ? നിങ്ങളുടെ തെറ്റിദ്ധാരണ രേഖ എടുത്ത് ഞാൻ പഠിപ്പിച്ചു തരണോ? നിങ്ങളുടെ രേഖകൾ ഞാൻ പഠിപ്പിച്ചു തരണോ? നിങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസ്താവന ഞാൻ പഠിപ്പിച്ചു തരണോ? അവിടെയാണ് നിങ്ങൾ ഇടതുപക്ഷമല്ലാതായി പോയത്. മാധു, ഇത് ചെറുതായിട്ട് 1 മണിക്കൂർ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് അരുൺകുമാറിന് സംശയമുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു ഇടതുപക്ഷ മനസ്സ് ഉള്ള കേരളത്തിൽ, ഇടതുപക്ഷ മനസ്സെന്ന് പറയുന്നത് CPM ഉം CPI ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യയിൽ മുഴുവൻ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ജനങ്ങളാണ് എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ഇടതുപക്ഷം അല്ലായതുകൊണ്ടാണ് CPM കേരളത്തിലേക്ക് മാത്രം ഒതുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഇടതുപക്ഷ മണ്ണിൽ CPM തീവ്ര വലതുപക്ഷമായി മാറുന്നതിൻ്റെ സൂചനകൾ ചർച്ച ചെയ്യപ്പെടും. ഇവിടെ പിണറായി വിജയൻ, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം തന്നെ പോയിട്ട് പറഞ്ഞാലേ ഞാൻ ഇന്ദ്രനും ചന്ദ്രനും ഒന്ന് നോക്കിയിട്ട് നടന്നില്ല എന്നുള്ളത്. എങ്ങനെ ഇദ്ദേഹത്തിന് ഇപ്പം ഇതിൻ്റെ ഉത്തരവാദിത്വം നിന്ന് മാറാൻ കഴിയുക? ഇന്ദ്രനും ചന്ദ്രനും നോക്കിയിട്ട് നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞത് ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനെ എടുത്തിട്ട് പാട്ടാക്കി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ കഴിയുമോ? അത് ചോദ്യം ചെയ്യാനുള്ള ആർജവും ഇദ്ദേഹത്തിനുണ്ടോ?
ഇതൊന്നും കാണാതെ ഇരിക്കുന്ന ഏതെങ്കിലും ഗ്യാസ് ചേംബറിൽ പൂട്ടിയിരിക്കുകയാണോ പിണറായി വിജയനെ? എന്നിട്ട് പി ശശിയും മറ്റുള്ളവരും കൂടിയാണോ ഭരണം നടത്തുന്നത്? ഈ വാർത്തകളൊക്കെ വായിക്കുന്നില്ലേ? ഈ വാർത്തകൾ വായിക്കുമ്പോൾ ഇടതുപക്ഷ മനസ്സുള്ള പിണറായി വിജയനാണെങ്കിൽ ഞാൻ ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അവരുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ആ വാർത്ത കാണുമ്പോൾ തല കുനിച്ച് പത്രസമ്മേളനം വിളിച്ചു പറയും, വേണ്ടാധീനം കാണിക്കരുത് എന്ന് പറയും. മറ്റു രാഷ്ട്രീയ എതിരാളികളെ കുറിച്ചൊക്കെ അതിലൊക്കെ കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോ പിണറായി വിജയൻ ഇത് ആസ്വദിക്കുന്നു. പിണറായി വിജയൻ ഇത് ആസ്വദിക്കുന്നു എന്ന് മാത്രമല്ല, അത് ആസ്വദിക്കുന്ന രീതിയിലേക്കുള്ള തീവ്ര വലത് ചിന്താഗതിയായി എങ്ങനെയാണോ മോദിയെ പുകഴ്ത്തുന്നത് അതേ ചിന്തയിലേക്ക് CPM മുഴുവൻ മാറിയിരിക്കുന്നു. CPM അടിമക്കൂട്ടം മുഴുവൻ മാറിയിരിക്കുന്നു.